ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതുപോലെയുള്ള ഒരു സ്റ്റാർ എങ്ങനെ ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു ചെറിയൊരു സ്റ്റാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചതാണ് അതിലും വലിയ സ്റ്റാർ ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ ഈ സ്റ്റാറിൻ്റെ ഒരു ലെങ്ത്ത് വിടുത്തൊക്കെ നോക്കുകയാണെങ്കിൽ 5 ഇഞ്ചിലുണ്ട് കേട്ടോ. ഇതിലും വലുത് വേണമെങ്കിൽ നമ്മളിപ്പോൾ 4 പ്ലേ ആണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം നിങ്ങൾ 8 പ്ലേ ആണോ 10 പ്ലേ ആണോ ഒക്കെ യൂസ് ചെയ്താൽ അതിലും വലിയ സൈസ് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു 5 ഇഞ്ചിൽ ഈ ഒരു സ്റ്റാർ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 പ്ലേ ആണും അതുപോലെ 2.5 mm ഹുക്ക് സെറ്റുമാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഒരു മാജിക് സർക്കിൾ ചെയ്യാം. ഈ ഒരു മാജിക് സർക്കിളിലേക്ക് ഈ ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്യുക, മുകളിലേക്ക് വലിക്കുക. 1 2 3 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു സെൻറ്ററിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോവർ ചെയ്തിട്ട് വേണം ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ. യാണോവർ ചെയ്യുക, മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ ബാലൻസ് 2 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, ബാലൻസ് വരുന്ന 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ഇനി നമ്മൾ ഈ ഇതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ 16 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് വേണ്ടത്. ഇത് നമ്മൾ 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. ഈ ഒരു ഡബിൾ ക്രോഷ്യ, അതിന് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ യാണോവർ ചെയ്യുക, ഈ സെൻറ്ററിലേക്ക്, ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോവർ ചെയ്യുക, മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, അതേ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാണോവർ ചെയ്യുക, ബാലൻസ് വരുന്ന 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. വീണ്ടും യാണോവർ ചെയ്ത് 4th 1 ചെയ്യുക. 4 5 6 7 8 9 10 11 12 13 14 15 16. അപ്പോൾ നമ്മളിവിടെ 16 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ഒരു ടൈലൻഡ് വലിച്ച് ടൈറ്റ് ആക്കി കൊടുക്കുക. നിങ്ങൾ ബിഗിനേഴ്സ് ആകുമ്പോൾ നല്ലോണം ടൈലൻഡ് ഇടണം കേട്ടോ. കുറച്ച് അധികം ടൈലൻഡ് ഇട്ടിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിങ്ങനെ ഊരി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത 3 ചെയിൻ കൗണ്ട് ചെയ്യണ്ട. ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യാണ്. ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 ലൂപ്പ്, ഇത് ഫസ്റ്റ് ലൂപ്പ്, ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും, അത് 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ യാണോവർ ചെയ്യുക, മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, ഈ ഒരു ലൂപ്പിന് ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അപ്പോൾ അതിൻ്റെ സെൻറ്ററത്തെ ഭാഗം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെയുള്ള ഈ ഒരു സെൻറ്ററത്തെ പോർഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ പെറ്റൽ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ഇവിടെ 9 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 9. നമ്മളിവിടെ 9 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെറുത് മതിയെങ്കിൽ 7 എണ്ണം ചെയ്ത് കൊടുക്കുക. അതിലും കൂടുതലാണെങ്കിൽ 9, അതിലും കൂടുതലാണെങ്കിൽ 11, അങ്ങനെ 2 എണ്ണം ഇൻക്രീസ് ചെയ്ത് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഹുക്കിൽ ഇതാ ഇവിടെ 2 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു
സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം തൊട്ടടുത്ത ചെയിനിൽ yarn over ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. yarn over ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക. ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. ഇനി അടുത്ത ചെയിനിലും നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. yarn over ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക. 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. ഇനി നമ്മൾ അടുത്ത ചെയിനിലും yarn over ചെയ്തിട്ട് തേർഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. yarn over ചെയ്യാം. 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യാം. 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ബാക്കി വരുന്ന 3 ചെയിനിലും 1 ഹാഫ് ഡി സി 1 ഹാഫ് ഡി സി 1 ഹാഫ് ഡി സി അങ്ങനെ ചെയ്തു. ഇനി നമ്മൾ അടുത്ത 3 ചെയിനിലും ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. yarn over ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. yarn over ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും yarn over ചെയ്യുക. ബാലൻസ് വരുന്ന 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. വീണ്ടും yarn over ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. yarn over ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക. ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വീണ്ടും yarn over ചെയ്ത് ബാലൻസ് വരുന്ന 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. വീണ്ടും തേർഡ് വണ്ണിലും നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കാം. നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ച് ഉണ്ട്. ആ ലാസ്റ്റ് സ്റ്റിച്ചിലും നമ്മൾ yarn over ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക. ഈ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയിനിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പം നമുക്ക് 3 ഡബിൾ ക്രോഷ്യ 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക. ഈ ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പം നമുക്ക് 2 ലൂപ്പ് ഉണ്ടാവും. വീണ്ടും yarn over ചെയ്യുക. ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളെ ഫസ്റ്റ് പെറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് 1 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. yarn over ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. yarn over ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പെറ്റൽ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ സെക്കൻഡ് പെറ്റൽ ചെയ്യാനായിട്ട് സെയിം തന്നെ നമ്മളിവിടെ 9 ചെയിൻ സ്റ്റിച്ചാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ തന്നെ നമ്മൾ 9 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. അടുത്ത ചെയിനിൽ ഇവിടുന്ന് സെക്കൻഡ് ചെയിനിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്ത ചെയിനിൽ നമ്മൾ ഒരു ഹാഫ് ഡി സി, ഫസ്റ്റ് ഹാഫ് ഡി സി, അടുത്ത ചെയിനിൽ നമ്മൾ സെക്കൻഡ് ഹാഫ് ഡി സി, അടുത്ത ചെയിനിൽ നമ്മൾ തേർഡ് ഹാഫ് ഡി സി. ഇനി അടുത്ത 3 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിലൊരു ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ചെയിനിൽ തൊട്ടടുത്ത സെക്കൻഡ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ, തേർഡ് ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത ചെയിനിൽ ചെയ്യുന്നത് yarn over ചെയ്യുക. ലാസ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. yarn over ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക. ഫസ്റ്റ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും നമുക്ക് 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക. ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. yarn over ചെയ്യുക. ബാലൻസ് വരുന്ന 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടുന്ന് 1 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് yarn over ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഫസ്റ്റ് ലൂപ്പിനെ സെക്കൻഡ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 2 പെറ്റൽ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഇവിടുന്ന് നമ്മൾ 9 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 5 6 7
8 9 9 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷേ, തേർഡ് വണ്ണിൽ ഒരു ഹാഫ് ഡി സി, അടുത്ത 3 സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി അല്ല അടുത്ത 2 സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡി സി, അങ്ങനെ ടോട്ടൽ 3 സ്റ്റിച്ചിലും നമ്മൾ ഹാഫ് ഡി സി ആണ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റിച്ചിൽ ഹാഫ് ഡി സി ചെയ്തു, അടുത്ത സ്റ്റിച്ചിലും നമുക്കൊരു ഹാഫ് ഡി സി ചെയ്യാം. ഇനി അടുത്ത 3 സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 3 സ്റ്റിച്ചിൽ നമ്മൾ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഡബിൾ ക്രോഷേ തന്നെയാണ്, എക്സ്ട്രാക്ട് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് എന്നാണ് ഇതിന് പറയുക. 3 ലൂപ്പ് കിട്ടും. യണവ ചെയ്യുക, ഫസ്റ്റ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം, വീണ്ടും 3 ലൂപ്പ് കിട്ടും. യണവ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക, വീണ്ടും യണവ ചെയ്യുക, ബാലൻസ് വരുന്ന 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും നമുക്ക് നമ്മളെ തേർഡ് പെറ്റൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് 1 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് വണ്ണിൽ 2 ലൂപ്പ് യൂസ് ചെയ്യുക, യാണോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 3 പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് 2 പെറ്റലും കൂടി ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ നമ്മൾ 2 പെറ്റലും കൂടി ചെയ്തിട്ട് 5 പെറ്റലായിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് 2 ഇവിടെ 2 ചെയിൻ 1 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. തേർഡ് ചെയിനിൽ നമുക്ക് 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ആണോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക, ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് യാണ് വലിച്ച് ടൈറ്റ് ആക്കാം. അപ്പോൾ നമ്മളെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലും വലുത് വേണമെങ്കിൽ നിങ്ങൾ നമ്മളിപ്പോൾ 2.5 mm ഹുക്ക് സെറ്റ് യൂസ് ചെയ്തതിന് പകരം 3.5 mm ഹുക്ക് സെറ്റും ഒരു 6 പ്ലേ ആണോ യൂസ് ചെയ്യുക. അതിലും വലുത് വേണമെങ്കിൽ 8 പ്ലേ ആണോ 4 mm ഹുക്ക് സെറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ യാണ് ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ 2 യാണ് തമ്മിൽ ഒന്ന് ഒരുമിച്ച് പിടിച്ച് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം ബാലൻസ് വരുന്നതാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഈ ഒരു ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ബാക്ക് സൈഡിലേക്ക്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.